അവയവദാനത്തിലൂടെ 7 പേർക്ക് പുതുജീവനേകിയ ചാത്തന്നൂർ ചിറക്കര സ്വദേശി ഷിബുവിന് വേദനയോടെ നാട് വിട നൽകി. രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖർ ഉൾപ്പെടെ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. കഴിഞ്ഞ 14-നുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് ഷിബുവിന് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. നേപ്പാൾ സ്വദേശിനി ദുർഗഗാമിക്ക് ഹൃദയം നൽകിയതിനൊപ്പം മറ്റ് 6 പേരുടെ ജീവിതത്തിലും പ്രകാശം പരത്തിയാണ് ഷിബു യാത്രയായത്. ഒരു വീടിന്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമായിരുന്ന ഷിബുവിന്റെ മൃതശരീരം ഒടുവിൽ ആ വീട്ടിലേക്ക് എത്തിച്ചു. അഗാധ ദുഃഖത്തിലും ഷിബുവിന്റെ ശരീര അവയവങ്ങൾ മണ്ണിനല്ല മനുഷ്യന് തന്നെയാണ് എന്ന് തീരുമാനമെടുത്ത പ്രിയപ്പെട്ടവർക്ക് മുമ്പിലേക്കാണ് മൃതശരീരം എത്തിച്ചത്. കൊല്ലം ചാത്തന്നൂർ ചിറക്കര ഷിജി നിവാസിൽ ഷിബുവിന്റെ അവയവങ്ങളാണ് 7 പേർക്കായി ദാനം ചെയ്തത്. കുടുംബത്തിന്റെ സന്മനസ് ആ മരണത്തെ സമൂഹത്തിന് വലിയൊരു മാതൃകയാക്കി മാറ്റാൻ കഴിയുന്ന കുടുംബം വേദനയ്ക്കുള്ളിലും. ഈ മാസം 14-നായിരുന്നു വീടിന് സമീപത്തുള്ള മൂക്കാട്ടുകുന്നിൽ വെച്ച് ഷിബുവിന് അപകടമുണ്ടായത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആട്ടോ വരുന്ന വണ്ടി കൈയാണിക്കാന്നുള്ള രീതിയിലാണ് നിന്നത്. അപ്പോൾ 2 പേർക്കും ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഗോപിയണ്ണല്ല, ഉണ്ണിയണ്ട മരുമോന് പല്ല് പൊട്ടിയതിൻ്റെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. അങ്ങനെ ബ്ലഡായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, കണ്ണപ്പൻ എന്ന് പറയും. കഷിയാണ് തുടച്ച് വൃത്തിയാക്കി റെഡിയാക്കിയപ്പോഴത്തെ എൻ്റെ അടുത്തുകൊണ്ട് അനീഷ നിന്റെ വണ്ടി ഇരിക്കുകയല്ലേ, പ്രാവ നീ പോയി, എന്നെ പ്രാവ എന്നാണ് അറിയപ്പെടുന്നത്, പ്രാവ നീ പോയി ഒരു ആട്ടോ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞാൻ അനിയണ്ണൻ എന്ന് പറയുന്ന ഒരു അണ്ണൻ്റെ വണ്ടി വിളിച്ചുകൊണ്ട് വന്ന് പെങ്ങളെയും എന്താ ഈ സുഹൃത്തിനെ അവിടെ കയറ്റി വിട്ടു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഭയങ്കര വിഷമായിപ്പോയി ഉള്ള കാര്യങ്ങൾ പറയാൻ. കാരണം കഷിക്ക് യാതൊരുവിധ ഇഞ്ചറി ഇല്ലായിരുന്നു. ഒരു ചെറിയ മുറിവ് കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അതിങ്ങനെ സംഭവിക്കാൻ നമ്മൾ അറിഞ്ഞപ്പം ഞെട്ടിപ്പോയി ഉള്ള കാര്യങ്ങൾ. എന്നാൽ 2 ദിവസം മുമ്പാണ് മസ്തിഷ്ക മരണം സംഭവിച്ചുവെന്ന് ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചത്. പിന്നീട് ബന്ധുക്കളോട് അവയവദാനത്തെക്കുറിച്ചും സംസാരിച്ചു. അതിതീവ്രമായ വേദനയിലും കുടുംബം അവയവദാനത്തിന് സമ്മതിക്കുകയായിരുന്നു. നാടിന്റെ പ്രിയപ്പെട്ടവൻ, യാതൊരു ദുശീലവുമില്ലാത്തവൻ, കുടുംബം നോക്കുന്നവൻ, കുടുംബത്തിന്റെ അത്താണി, അങ്ങനെ എല്ലാവർക്കും ഷിബുവിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അവയവദാനം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിക്ക് ജീവനേകുന്ന ഒരു പുണ്യ പ്രവർത്തനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ 7 അവയവങ്ങളാണ് ദാനം ചെയ്തിരിക്കുന്നത്. നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. 47 വയസ്സാണ് നമ്മുടെ സഹോദരൻ. 47 വയസ്സാണ്. ഒരു മുക്കാട്ടുകുന്നിൽ വെച്ച ഒരു അപകടം, ഒരു കുട്ടി കുറുക്ക് ചാടി, അങ്ങനെയാണ് അപകടം സംഭവിച്ചത്. അപ്പൊ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ ആളുകൾക്ക് ഒരു കുറ്റങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നല്ലൊരു സ്നേഹമുള്ള ഒരു സഹോദരനാണ്. അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകനായിരുന്നു. മരണശേഷവും ജീവനുള്ള ശരീരത്തിൽ ഷിബുവിന്റെ അവയവങ്ങൾ തുടിക്കണമെന്ന തീരുമാനം കൈക്കൊണ്ട ഷിബുവിന്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുവാനും ഷിബുവിന്റെ മൃതശരീരം അവസാനമായി കാണുവാനും ആയിരങ്ങളാണ് എത്തിയത്. ഷിബുവിന്റെ മരണത്തിൽ അതീവ ദുഃഖിതരാണെങ്കിലും ഷിബുവിന്റെ അവയവങ്ങൾ മറ്റാരുടെയെങ്കിലും ശരീരത്തിൽ തുടിക്കുമെന്ന് തീരുമാനിച്ച ഷിബുവിന്റെ ബന്ധുക്കൾ ഈ ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.